പരിതാപകരം. വീണ്ടും തോറ്റു. അങ്ങനെ പരമ്പര ഇംഗ്ലണ്ട് അനായാസം സ്വന്തമാക്കിയിരിക്കുന്നു. 9 വിക്കറ്റിനാണ് ഈ T20I മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ 4ാമത്തെ T20I കഴിയുമ്പോൾ 3-0 അവർ ലീഡിലാണ്. ആദ്യ കളി മഴ പെയ്തു പോയി എന്ന് മാത്രം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറുകളിൽ 7 വിക്കറ്റ് 158 റൺസ് അടിച്ചപ്പോൾ വെറും 13.5 ഓവറുകളിൽ ഒരേ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടക്കുന്ന ഇംഗ്ലണ്ടിനെയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ 12 വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് ഒരു പരമ്പര നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. വല്ലാത്ത നിരാശാജനകമായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വൺ ഓഫ് ദി ടഫസ്റ്റ് ഡേ ഇൻ ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറയേണ്ടി വരും. 2 സീരീസുകൾ കൺസിക്യൂട്ടീവായിട്ട് പരാജയപ്പെടുകയാണ്. ഇത് T20Iയിൽ സംഭവിക്കുന്നത് 7 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇംഗ്ലണ്ടിനെതിരെ നോക്കുക, 12 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ T20I സീരീസ് പരാജയപ്പെടുന്നു. അതും തുടർച്ചയായിട്ടുള്ള 5 T20I സീരീസ് വിജയങ്ങൾ അവർക്ക് മേൽ നേടിയതിന് ശേഷമാണിത് സംഭവിച്ചിരിക്കുന്നത് എന്നതുകൂടി അറിയണം. സോ നിരാശാജനകമാണ്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ കളിക്ക് ശേഷം പറഞ്ഞത് ഇതൊരു ട്രാൻസിഷൻ ഫേസാണ്, സ്വാഭാവികമായിട്ടും മിസ്റ്റേക്കുകൾ സംഭവിക്കും, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കുക, അഡാപ്റ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഈ ഓവർസീസ് കണ്ടീഷനുകളിൽ ടീമിൽ ക്വിക്ക് ലേണേഴ്സ് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങൾ ശക്തമായി തിരിച്ചു വരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് ഒരിക്കൽ കൂടി വൈഭവ് സൂര്യവംശി പരാജയപ്പെട്ടു. ഒരു 4ഉം ഒരു 6ഉം അടിക്കുക, അല്ലെങ്കിൽ 2 6 അടിക്കുക, ഇതല്ല ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലെ ഓപ്പണിങ്. അത് പയ്യനെ അധികം വൈകാതെ തന്നെ ഗൗതം ഗംഭീറും സംഘവും പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് കരുതാം. വീണ്ടും അടിക്കാൻ ശ്രമിച്ചു ജോഫ്രെ ആർച്ചറുടെ പന്തിൽ കുത്തനെ ഉയർന്ന് അത് സാം കരൺ പിടിച്ച് പുറത്താവുകയായിരുന്നു. 10 പന്തിൽ നിന്ന് ഒരു 4ഉം ഒരു 6ഉം അടക്കം 15 റൺസാണ് അദ്ദേഹം അടിച്ചത്. അഭിഷേക് ശർമ്മയാവട്ടെ 14 പന്തുകളിൽ നിന്ന് 2 4 റൺസ് ആയതോടെ 16 റൺസ്. ഇഷാൻ കിഷൻ 6 പന്തുകളിൽ നിന്ന് 4 റൺസ്. 3 വിക്കറ്റുകൾ വീഴുമ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡിൽ 48 റൺസാണ് ഉണ്ടായിരുന്നത്. പിന്നെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ മികച്ച ഇന്നിങ്സും കൂടെ ശിവൻ ദ്യൂബയും കൂടി ചേർന്നപ്പോഴാണ് 100 എന്നുള്ള മാർക്ക് ഇന്ത്യ കടക്കുന്നത്. ശിവൻ ദ്യൂബ മടങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ 101 റൺസാണ്. 14ാമത്തെ ഓവറിലാണ് അദ്ദേഹം മടങ്ങിയത്. 23 പന്തിൽ 22 റൺസ്. ശ്രേയസ് അയ്യർ മനോഹരമായിട്ട് കളിച്ചു. 49 പന്തിൽ 4 4ഉം 5 6ഉം അടക്കം 80 റൺസുമായിട്ട് അദ്ദേഹം പുറത്താകുന്നു. തിലക് വർമ്മ 11, വാഷ്ണ സുന്ദർ 5, അക്സർ പട്ടേൽ 1. ഈ രൂപത്തിലായിരുന്നു മറ്റ് ബാറ്റർമാരുടെ സംഭാവന. ഇംഗ്ലണ്ടിന് വേണ്ടി ജോഫ്രെ ആർച്ചറും ടങ്കും 2 വീതം വിക്കറ്റുകൾ വീഴ്ത്തി. 20 ഓവറിൽ ഇന്ത്യ 7 വിക്കറ്റ് 158 കഷ്ടപ്പെട്ടെടുത്തതാണ്. അതോ വളരെ അനായാസമായിട്ട് ഇംഗ്ലണ്ട് മറികടക്കുന്ന കാഴ്ചയാണ്. തുടക്കത്തിൽ ജോസ് ബട്ട്ലർ റൺസുമായിട്ട് മടങ്ങി. പക്ഷേ ഹാരി ബ്രൂക്കിൻ്റെ വെടിക്കെട്ട്, എന്തൊരു പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. ഒപ്പം ഫിൽ സാൾട്ടിൻ്റെ അർദ്ധ സെഞ്ചുറി. 42 പന്തിൽ 9 4ഉം ഒരു 6ഉം അടക്കം 59 റൺസുമായിട്ട് ഫിൽ സാൾട്ട് പുറത്താൻ നിന്നപ്പോൾ 35 പന്തിൽ നിന്ന് 8 4ഉം 4 6ഉമായിട്ട് 79 റൺസ് അടിച്ചുകൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി ഹാരി ബ്രൂക്ക്. 13.5 ഓവറുകളിൽ അവർ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.